നമസ്കാരം. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം.ജി. ശ്രീകുമാർ. മാതൃകാ ദമ്പതികളാണ് ലേഖയും എം.ജി. ശ്രീകുമാറും. വർഷങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലേഖയുമായുള്ള വിവാഹത്തിന് എം.ജി. തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു. ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുണ്ട്. എവിടെ പോയാലും നിഴലായി കൂടെയുണ്ട് എം.ജിക്കൊപ്പം ലേഖയും. ചിലർക്ക് അസ്വാരസ്യം ഉണ്ടാകാറുണ്ടെങ്കിലും തനിക്ക് നിഴലാണ് ലേഖ എന്ന് പലപ്പോഴും എം.ജി. പറയുന്നുണ്ട്. ആർക്കും മാതൃകയാക്കാൻ ഉതകുന്ന ദാമ്പത്യമാണ് എം.ജി. ശ്രീകുമാർ ലേഖ എം.ജി. ശ്രീകുമാർ ദമ്പതികളുടേത്. അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു. 1988 തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം.ജി. ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടത്. പിന്നീട് വർഷങ്ങൾ നീണ്ട ലിവിംഗ് ടൂതറും വിവാഹവും. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ 67 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ലേഖയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ പോലെ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമാണ് ഇരുവർക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. കാരണം അത്രയും സുന്ദരിയാണ് ലേഖ. എം.ജിയെ പരിചയപ്പെടുമ്പോൾ അമേരിക്കൻ പ്രവാസിയായിരുന്നു ലേഖ. എന്തും മുഖത്തടിച്ച പോലെ പറയുന്ന പ്രകൃതക്കാരി. സംസാരത്തിലും കാഴ്ചയിലും ബോൾഡ്നെസ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കാലം. മുട്ടോളം വരുന്ന മുടിയും താമരപ്പൂ പോലെയുള്ള കണ്ണുകളും ഉള്ള ഒരു പെൺകുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ മനം കവർന്നു എന്നാണ് എം.ജി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മകളും കൊച്ചുമകനും വരെ ആയിട്ടും എങ്ങനെ ഇപ്പോഴും സൗന്ദര്യം നിലനിർത്തുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ജീവിത രീതി ഫോളോ ചെയ്യുന്ന ആളാണ് ഇരുവരും. ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് ഏറെ ഇഷ്ടം. അതും വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം. ഒരു ആയയെ പോലും വീട്ടിലെ അടുക്കളയിൽ ലേഖ നിർത്തിയിട്ടില്ല. ഒറ്റയ്ക്കാണ് എല്ലാം കുക്കിങ്ങും കാര്യങ്ങളും. ലേഖയുടെ സൗന്ദര്യത്തിനും രഹസ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. പുലർച്ചെ ഉണർന്ന് എണ്ണ തേച്ചു കുളിച്ചു എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളാണ് ലേഖ. ഈ പതിവ് ഒരിക്കലും ലേഖ മുടക്കാറില്ലെന്നാണ് എം.ജി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ചെറുപ്പം മുതലേ അമ്മ എണ്ണ പുരട്ടിയാണ് കുളിപ്പിച്ചിരുന്നത്. ആ ശീലം മുതിർന്നപ്പോഴും തുടർന്നു പോവുകയാണ് ലേഖ. വീട്ടിലെ തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഉണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ലേഖ ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് അരച്ചു കുറുക്കി അത് വെളിച്ചെണ്ണയുമായി ചേർത്ത് ശരീരത്തിൽ തേക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ നാൽപ്പാമരാതിയുടെ മരക്കട്ടകൾ, പച്ചമഞ്ഞൾ, ആര്യവേപ്പ് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായി ഉപയോഗിക്കാറുണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ എന്നിവ ചെയ്യാനല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോകാറില്ലെന്നും ലേഖ മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്.